വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കമ്പിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അന്യായമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമില്ലാത്ത വ്യാപാരികളെ യൂസർ ഫീ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുക, അനധികൃത തെരുവ് കച്ചവടം നിർത്തലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കമ്പിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 4-ാം പീടികയിൽ നിന്നും കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ തൊഴിൽ നികുതി താഴെത്തട്ടിലെ വ്യാപാരിക്ക് 4-ഉം 5-ഉം ഇരട്ടിയാക്കി വാണം പോലെ കുത്തനെ കൂട്ടി. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുള്ള നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ കടയിൽ പ്ലാസ്റ്റിക് ഉണ്ടോ ഇല്ലേ ഒന്നൊന്നുമല്ല, പഞ്ചായത്തിന് മുന്നിൽ വിഷയമല്ല. കർമ്മസേനയുടെ ഭാഗമായിക്കൊണ്ട് അതല്ലെങ്കിൽ ശുചിത്വത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ നാട്ടിലെ റോഡിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ നാട്ടിലെ ടൗണിന്റെ അവസ്ഥ എന്താണ്? 100% ശുചീകരണമാണ് ഉള്ളത്. അതൊന്നും വിഷയമല്ല. പഞ്ചായത്തിൽ കടക്കാരുടെ വ്യാപാരികളിൽ നിന്ന് എങ്ങനെ വീണ്ടെടുക്കാൻ പറ്റൂ? അതിന്റെ മേലെയാണ് വീണ്ടും കൊണ്ടുവരുന്നത് എന്താണ്? അനധികൃതമായിക്കൊണ്ട് നികുതി ഏർപ്പെടുത്തുന്നത്. 3% അല്ലെങ്കിൽ 3 ഇരട്ടിയാണ് വർദ്ധിപ്പിക്കുന്നത് തൊഴിൽ നികുതി. അതോടൊപ്പം GST വന്നു. ഇവിടെ കുത്തകൾക്ക് വേണ്ടിയുള്ള ഒരു മണ്ണ് പാകപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ സർക്കാർ ജനദ്രോഹപരമായിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തുമ്പോൾ വ്യാപാരികൾക്ക് വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഈ ചൂട് സമയത്തും വ്യാപാരികൾ കടകൾ അടച്ചുകൊണ്ടും അതല്ലെങ്കിൽ അവിടെ മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെ പഞ്ചായത്തിന്റെ മുന്നിലേക്ക്, സർക്കാരിന്റെ മുന്നിലേക്ക് യാചിക്കുന്ന അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. അന്യായ തൊഴിൽ നികുതി പിൻവലിക്കും വരെ വ്യാപാരികൾ തെരുവിലുണ്ടാകുമെന്ന് അബ്ദുള്ള നാറാത്ത് പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി CP തസ്ലീം, ട്രഷറർ മുഹമ്മദ് കുട്ടി VP എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് VP മുഹമ്മദ് കുഞ്ഞി, ജോയിന്റ് സെക്രട്ടറി EK മൊയ്തീൻ കുഞ്ഞി, KK മുസ്തഫ, PP അഷ്റഫ്, PM ഹംസ, ബിജു APS, PK മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊളച്ചേരി.